സോണിയാഗാന്ധിയുടെ പുസ്തകം ബിലോങ്ങിങ് എ ജേർണി ഓഫ് ലവ് പെൻഗ്വിൻ ഇന്ത്യ പ്രസിദ്ധീകരിക്കില്ല. ചില എഡിറ്റോറിയൽ മാറ്റങ്ങളും ചില ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നുമുള്ള പെൻഗ്വിൻ്റെ ആവശ്യം രചയിതാവ് തള്ളിയ പശ്ചാത്തലത്തിലാണ് നടപടി. ഹാർപ്പർ കോളിൻസ് പുസ്തകം ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള കരാറിലെത്തുമെന്നാണ് വിവരം. നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ, അങ്ങനെ പെൻഗ്വിൻ ഈ പ്രസിദ്ധീകരണത്തിന് ഇല്ല എന്ന് രചയിതാവുമായി അറിയിക്കുന്നു. പക്ഷേ രചയിതാവ് അതിൽ മാറ്റം വരുത്താൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് തയ്യാറാവുന്നില്ല. ഒടുക്കം മറ്റൊരു തരത്തിൽ ഇപ്പോൾ ഹാർപ്പർ കോളിൻസ് ആണല്ലേ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമം നടത്തുന്നത്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൽ സോണിയാഗാന്ധിയുടെ നിലപാട് എന്താണ്? റോഷ്നി ഷിയാസ്, സോണിയാഗാന്ധിയുടെ ആത്മകഥയാണ് ബിലോങ്ങിങ് എ ജേർണി ഓഫ് ലവ് എന്ന് പറയുന്നത്. പെൻഗ്വിൻ ഇന്ത്യ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കും എന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പെൻഗ്വിൻ ഇന്ത്യ ഇതിൽ നിന്ന് പിന്മാറി എന്ന് അറിയാൻ കഴിയുന്നു. ചില ഭാഗങ്ങളിൽ, അതായത് ചില എഡിറ്റോറിയൽ മാറ്റങ്ങളും അതോടൊപ്പം ചില ഭാഗങ്ങൾ ഒഴിവാക്കുകയും ചിലത് മാറ്റിയെഴുതുകയും വേണമെന്ന ആവശ്യം സോണിയാഗാന്ധി നിരസിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എന്താണെങ്കിലും പെൻഗ്വിൻ ഇന്ത്യ ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏത് ഭാഗങ്ങളിലാണ് മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും എന്താണെങ്കിലും വന്നിട്ടില്ല. നിരവധി പ്രസാധകർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പുസ്തകത്തിന്റെ പ്രസാദനവുമായി ബന്ധപ്പെട്ട രംഗത്തുണ്ടെങ്കിൽ പോലും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹാർപ്പർ കോളിൻസ് പുസ്തകം ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കും എന്നാണ്. ഏതാണെങ്കിലും വലിയ, പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഘടകങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ഈ വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് യുദ്ധാനന്തര ശേഷമുള്ള ഇറ്റലിയിലെ ജീവിതം, അതിനുശേഷം രാജീവ് ഗാന്ധിയുള്ള പ്രണയം, പിന്നീട് ഇന്ത്യയിലേക്കുള്ള വരവ്, രാജീവ് ഗാന്ധിയുടെ മരണം, അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധിയുമായി ചെലവഴിച്ച സമയങ്ങൾ, അതോടൊപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട പല നിർണായക കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് വരാൻ പോകുന്നത്. സ്വാഭാവികമായി പുസ്തകം വലിയ തരത്തിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പുസ്തകത്തിലെ ചില മാറ്റങ്ങൾ എന്താണെങ്കിലും പെൻഗ്വിൻ ഇന്ത്യ നിർദ്ദേശിച്ചത് അതിനെന്താണെങ്കിലും വഴങ്ങാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പെൻഗ്വിൻ ഇന്ത്യ ഇപ്പോൾ ഈ പ്രസിദ്ധീകരിക്കുന്നതിൽ പിന്മാറിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നവംബർ 10 ഈ പുസ്തകം വിപണിയിൽ എത്തും എന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്താണെങ്കിലും പുതിയ പ്രസാധകർ ഈ പുസ്തകം ഉടൻ തന്നെ ഏറ്റെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട പല ചരിത്ര ഏടുകളും വ്യക്തമാക്കുന്നതായിരിക്കും ഈ പുസ്തകം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പുസ്തകത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. നേരത്തെ പെൻഗ്വിൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ നമുക്കറിയാം MM നരവരെയുടെ 4 Stars of Destiny എന്ന പുസ്തകം വലിയ തരത്തിൽ വിവാദം ആയതാണ്. അതിന് പിന്നാലെയാണ് സോണിയാഗാന്ധിയുടെ പുസ്തകം കൂടി പെൻഗ്വിൻ ഇന്ത്യ ഏറ്റെടുത്തിരുന്നത്. അത്തരത്തിൽ പെൻഗ്വിൻ ഇന്ത്യ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്ന് ഏറ്റെടുത്തതിന് വലിയ തലക്കെട്ടായി മാറുകയും ചെയ്തിരുന്നു. അതാണെങ്കിൽ നിലവിൽ എഡിറ്റോറിയൽ മാറ്റങ്ങൾ അതിൽ ആവശ്യപ്പെട്ടതിന് പിന്നാലെയും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സോണിയാഗാന്ധി നിലപാടെടുത്തതിന് പിന്നാലെയുമാണ് പെൻഗ്വിൻ പിന്മാറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഹാർപ്പർ കോളിൻസ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കും എന്താണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്നവരും പുറത്തേക്ക് വരുന്നത്. എന്തുകൊണ്ട് പെൻഗ്വിൻ പിന്മാറിയെന്ന കാര്യത്തിൽ പെൻഗ്വിനോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ ഇതുവരെ ഔദ്യോഗികമായൊരു വിശദീകരണം നൽകുകയും ചെയ്തിട്ടില്ല. ശരി, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.